ഇന്ന് ഞങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നതാണ്. വണ്ടി ഏതാണ് ശംഭു? കിട്ട്. ഇപ്പൊ ശംഭു പാലാ ടൗണിൽ കൂടെ ഓടിച്ചോണ്ട് പോവുക. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമറിന് എല്ലായിടത്തും പോയി. ഞങ്ങള് തിരക്കുള്ള അത്യാവശ്യം സ്ഥലങ്ങളിലും പിന്നെ എവിടെയാണ് ഏതൊരു അമ്പലമാണ് അവിടെയെല്ലാം പോയി. പറയരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. അവിടെയെല്ലാം പോയി. ഇപ്പൊ ടൗണിൽ കൂടെ ഞങ്ങൾ ഇതിന്റെ ബ്രേക്ക് എവിടെയാ? ബ്രേക്ക് എവിടെയാണ്? ഓടിക്കാറിയത്തില്ല. സത്യമായിട്ട് ശംഭുവിന് ഓടിക്കാറിയത്തില്ല. എങ്ങോട്ട് വളയ്ക്കണം? വലത്താ? ഓടിക്കാറിയത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക്. ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? ശംഭു പേടിയുണ്ട്. മേഡം മുറുക്കം പിടിച്ചോണ്ടിരിക്കും കേട്ടോ. ആയിക്കോട്ടാണോ? അവിടെ ചെല്ലുമ്പോ ഇടത്തോട്ട്. അങ്ങനെ സമയം 3 മണി കഴിഞ്ഞ്. അപ്പൊ ടൈം നോക്കിയിട്ട് മേഡം പറഞ്ഞു ഞാൻ ഓടിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഊണ് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ലൊരു സദ്യ മേടിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറെ വട്ടം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഓടിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഓടിച്ചില്ല ഞങ്ങള് നല്ല ഇടിക്കും. എങ്ങോട്ടാ? ഇടത്തോട്ട്. വഴിയെല്ലാം നല്ല കാണാപ്പാടമാണ്. അപ്പം ഒരുപാട് സന്തോഷം. നേരെ പോണം. നേരെ പോയിട്ട് ഈ വഴി തന്നെ നേരെ പോണം. ഇതിന് ഗിയറൊന്നും ഇല്ലല്ലോ മേഡം. പിന്നെ ഒന്ന് എല്ലാ വണ്ടിയെ പറ്റി അറിയാവുന്ന ഒരു കളിയാക്കുന്ന. ഇതിന് ഗിയറൊന്നും ഇല്ല. ഓട്ടോമാറ്റിക് വണ്ടി എല്ലാം ഒരുപോലല്ല. അങ്ങനെ നമ്മള് ഹോട്ടലിലെത്തി. അങ്ങനെ മേഡം പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ഒരു സദ്യയായിരുന്നു. അപ്പോൾ ആദ്യം ഇലയെല്ലാം വിളമ്പി പിന്നെ തൊടുകറി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു 3:45 എങ്കിലും ഊണുണ്ടായിരുന്നു. അപ്പോൾ തൊടുകറിയുടെ കൂടെ തന്നെ ചിപ്സും ശർക്കര വരട്ടിയും പപ്പടവും പിന്നെ ഒരു തരം പായസം ഉണ്ടായിരുന്നു. പിന്നെ പുഞ്ചരിയുടെ ചോറായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അതിനുശേഷം മേഡത്തിൻ്റെ വീട്ടിൽ വന്ന്. അപ്പം മേഡത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളൊന്ന് പാർക്ക് ചെയ്ത് നോക്കും. നമുക്ക് സിമ്പിളായിട്ട് ഏതെങ്കിലും രീതിയിൽ പാർക്ക് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് നോക്കും. അതിനുശേഷം നമ്മളെ കസ്റ്റമറിനെ കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്യത്തുള്ളൂ. ഇതിപ്പം ഓൾറെഡി അവിടെ കിടന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളൊന്ന് പാർക്ക് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ പാർക്ക് ചെയ്തപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊരു കിണറുണ്ട്. ആ കിണറിൽ വണ്ടി തട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേറൊരു രീതിയിൽ പാർക്ക് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കാൻ തന്നെ ഒരു 7-8 മിനിറ്റോളം എടുത്ത്. മനസ്സിലായോ? അപ്പം കസ്റ്റമറിനത് പാടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, വേറൊരു രീതിയിൽ നോക്കാനായിട്ട് ആ വണ്ടി നേരെ തന്നെ ഇറക്കി. പിന്നെ അവിടുത്തെ ഒരു ചെറിയ ജസ്റ്റ് ഒരു പറമ്പുണ്ട്. ആ പറമ്പിലിട്ട് റിവേഴ്സ് ഇട്ടിട്ട് ആ മതിലിന് ചേർത്ത് തന്നെ റൈറ്റ് സൈഡ് പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഇറങ്ങി വരുമ്പോൾ തന്നെ റൈറ്റ് ഫുള്ള് ലോക്ക് ചെയ്താൽ നമുക്ക് അകത്ത് കയറുമെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പുറത്തൊരു വേലിക്കെട്ടുള്ളത് കൊണ്ട് ഫ്രണ്ട് തട്ടും. അപ്പം നമ്മൾ മാക്സിമം റൈറ്റ് സൈഡ് ചേർത്ത് പിടിച്ചു. എന്നിട്ടും വേലിയിൽ തട്ടാതെ തന്നെയാണെങ്കിലും വന്നു. പക്ഷേ വീടിനകത്ത് കയറത്തില്ല. അകത്ത് കയറാത്ത കാരണം എന്ന് പറഞ്ഞാൽ കിണറുണ്ട്. അപ്പോൾ അത് ഫ്ലോപ്പായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ശ്രമിച്ച് മാക്സിമം കയറ്റിയിട്ടിട്ട് ഈ കോർണർ തിരിയാനായിട്ട് നോക്കിയിട്ടും അതും നടക്കത്തില്ല. അതും ഫ്ലോപ്പാന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് മേഡത്തിനോട് പറഞ്ഞു ഒരു പണി ഞങ്ങൾ വീടിനകത്തോട്ട് കയറ്റിയിട്ട് തരാം, സ്വയമേ തന്നെ ഈ വണ്ടി ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കുക. അതേപോലെ മേഡത്തിനോട് പറഞ്ഞു മേഡം നമ്മൾ ആദ്യം കിടന്നതുപോലെ തന്നെ നമുക്ക് ഇവിടെ എടുക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണറിന് ഹൈറ്റ് കൂടുതലാണ്. കറക്റ്റ് ടോപ്പ് ലെവലിലായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഭൂമിയുടെ ലെവലിൽ തന്നെ കിണറായിരുന്നെങ്കിൽ നമുക്ക് അതും കൂടെ ആ സ്ഥലം കൂടെ ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ മേഡത്തിനെ കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് വണ്ടി പതുക്കെ ഞങ്ങൾ ഇറക്കിച്ചതിന് ശേഷം മേഡം അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുപാട് ടൈം എടുത്തതുകൊണ്ട് എനിക്ക് ടയേർഡാണ്, എനിക്ക് ഒരുപാട് നേരം ഇത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 2 പ്രാവശ്യം ഞാൻ എടുത്ത് ശ്രമിച്ചു നോക്കാം, അതിനുശേഷം ഞാൻ തനിയെ എടുത്തോളാം എന്നുള്ളൊരു ഉറപ്പ് തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വെളിയിലോട്ട് വണ്ടി ഇറക്കിച്ച് അതിനുശേഷം റിവേഴ്സ് പാർക്കിങ് തന്നെ എങ്ങനെ ആ കോർണർ ആ ഫസ്റ്റ് കാണുന്ന പില്ലറിനോട് ബാക്ക് വീല് മാക്സിമം ചേർന്ന് വന്ന് അകത്തോട്ട് കയറുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ നമുക്കവിടെ ഒരു കാറ് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കിൾ മാത്രം പോകാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പുറത്തൊരു മുള്ള് വേലിയുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ വണ്ടിയുടെ ബമ്പർ തട്ടാൻ പാടില്ല. നമ്മൾ കാണിച്ച ഒരു പോർച്ചിലോട്ടാണ് വണ്ടി കയറേണ്ടത്. അങ്ങനെ മേഡം മാക്സിമം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് തന്നെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. ഈ കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ബ്രേക്ക് ഉപയോഗിക്കുമ്പം പിന്നെ ക്ലച്ച് പഴുക്കാൻ തുടങ്ങും, അലാറം അടിക്കും. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ആ അലാറം കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാവും. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ചില കമ്പനിയുടെ വണ്ടി അങ്ങനെയാണ്, നമ്മൾ ഒരുപാട് നേരം ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ക്ലച്ച് പഴുക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട.
കുറച്ച് നേരം വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി. എങ്കിലും മേഡം ഫസ്റ്റ് ടേക്കിൽ തന്നെ ബാക്കിലോട്ട് എടുത്ത് പോർച്ചിലോട്ട് ഇടാൻ തന്നെ ശ്രമിച്ച്. എങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പ് മാത്രമേ ഞങ്ങൾ ചെയ്തു കൊടുത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് മേഡം ഒരു വാക്ക് തന്നായിരുന്നു, ഇങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും സ്വന്തമായിട്ട് തന്നെ ഞാൻ ഈ വണ്ടി വെളിയിലോട്ട് ഇറക്കി അതുപോലെ തിരിച്ച് റിവേഴ്സ് ഗേറ്റിൽ ഇട്ടോളാം. ഞാൻ ഈ വണ്ടി ഉറപ്പായിട്ടും ഓടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് മേഡം ഒരു ഉറപ്പ് തന്ന്, ഉറപ്പായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കിയിരിക്കും.